നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കടലമാവും മുട്ടയും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്ക് കഴിക്കാനും അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് കഴിക്കാനും പറ്റിയ ഒരു വിഭവമാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായോ അതുപോലെ വൈകുന്നേരത്തെ സ്നാക്സിനോ അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണമായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്കും നല്ലതാണ്. കടലമാവ് ഉപയോഗിച്ചാണ് ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കടലമാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുക്കാം. ദോശമാവിന് കലക്കുന്ന പോലെ തന്നെയാണ് കലക്കിയെടുക്കേണ്ടത്. കട്ടകളില്ലാതെ തന്നെ കലക്കിയെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇത് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഞാൻ കലക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയും ചെറുതാക്കി നിങ്ങൾക്ക് നുറുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നുറുക്കിയെടുക്കണം. ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് അതും ഒന്ന് കലക്കിയെടുക്കാം. അതിലും പച്ചമുളകും ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. 2ലും പച്ചമുളക് ഇടേണ്ട കാര്യമില്ല. എഗ് വൈറ്റ് മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് തടകി കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കടലമാവ് കോരി ഒഴിക്കാം. ദോശയ്ക്ക് ഒഴിക്കുന്ന പോലെ തന്നെയാണ്. കുറച്ചുകൂടി ഒരു കട്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തിക്നെസ് കുറച്ചുള്ളതാണ് നല്ലതെന്ന് വെച്ചാൽ ഇതിനകത്തിരിക്കുന്ന സ്റ്റഫിംഗ് ഒക്കെ ഒന്ന് വേകാനായിട്ട് കട്ടിയെ കൂട്ടി ഉണ്ടാക്കുവാണ് നല്ലത്. ഒരു സൈഡൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ തന്നെ ഇത് നമുക്ക് മറിച്ചിടാം. എത്രയും പെട്ടെന്ന് മറിച്ചിടുന്നോ അത്രയും നല്ലതാണ്. എന്നിട്ട് കലക്കി വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെ കോരി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഒരുമിച്ച് ഒഴിച്ചാൽ അത് ഒഴുകി പുറത്തേക്ക് പോകും. അപ്പോൾ കുറേശ്ശെ സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കുകയായിരിക്കും നല്ലത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് മുകളിൽ തൂകുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യണം. കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി എടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പാനിലേക്ക് മാവ് ഒഴിച്ചത് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് സിമ്മിലേക്കാക്കി വെക്കണം. എന്നാലേ ഉള്ളൂ അടി കരിയാതെ തന്നെ ഉള്ളിലുള്ളതെല്ലാം നമുക്ക് വെന്ത് കിട്ടുള്ളൂ. സിമ്മിലാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ തക്കാളിയും ഒണിയനും എല്ലാം ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഒന്ന് ഇതുപോലെ തടയി കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം ഉള്ളിലിരിക്കുന്നത് വെന്തും കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം 2 സൈഡും മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും വാങ്ങി വയ്ക്കാം. ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റിയതാണ്. കടലമാവായതുകൊണ്ട് തന്നെ ഇത് ഗോതമ്പ് മാവിൻ്റെ അത്രയും പോലും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവില്ല. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ്. കുട്ടികൾക്ക് കൊടുക്കാനും പറ്റിയതാണ്. കുറച്ച് സോസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇതിനകത്ത് തക്കാളിയും സവാളയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാബേജോ ക്യാരറ്റോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫിംഗ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്